ഡെമോക്രസിയിലേക്ക് നമ്മൾ മടങ്ങിയെത്തുകയാണ്. നമ്മുടെ ജനാധിപത്യത്തിന് എരിവും പുളിയും കൂട്ടാനും നമ്മുടെ ഭവനങ്ങളെ കൂടുതൽ പ്രകാശപൂർണ്ണമാക്കാനും വേണ്ടി മണിയാശാൻ ഷോക്കടിപ്പിക്കൽ മന്ത്രിയായി വൈദ്യുതി പ്രതിജ്ഞ നടത്തി. പക്ഷേ ഷോക്കടിയേക്കാൾ വലിയ ഇരുട്ടടി കിട്ടിയതുപോലെയായിരുന്നുവോ അതേസമയം മണിയാശാന് മന്ത്രിയാവാൻ നിമിത്തമായ പരാജിതന്റെ സ്ഥിതി? ഇത്രയും ഗൗരവമായ വിഷയം ചർച്ച ചെയ്യുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇ പി ജയരാജൻ പങ്കെടുത്തിട്ടില്ല. അത് അദ്ദേഹം മനഃപൂർവ്വമായി മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വം വിട്ടതെന്നാണ് കരുതുന്നത്. അല്ല, നിയമസഭയിൽ 140 ആളും പങ്കെടുത്ത് നിയമസഭാ സമ്മേളനം അപൂർവമായിട്ടേ ചേരാറുള്ളൂ. അദ്ദേഹം വൈകുന്നേരത്തെ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. അത് എനിക്കറിയാത്ത കാര്യം പറയാൻ പറ്റില്ല. നിങ്ങൾ ചോദിച്ചതിന് കൂടെ ഉത്തരം പറഞ്ഞാൽ ഞാൻ വീട്ടിലാവും. എം മണി ആയ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള ഇന്നിപ്പോ സത്യപ്രതിജ്ഞ ചെയ്തു. നിങ്ങൾ എന്താ രാജ്ഭവനിൽ പോകാഞ്ഞത്? മനസ്സല്ലായിട്ട്. താനിപ്പോ അയാളോട് ഒന്നും ചോദിക്കരുത്, ഒന്നും പറയരുത്. അയാളുടെ അവസ്ഥ ഏതാ? തീരുമാനം അറിഞ്ഞതിന് ശേഷം അയാൾ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല. മണിമുഴക്കം സമയമായി മാറണ, മണിമുഴക്കം വരുന്നു വരുന്നു ഞാൻ. പരിണതാനന്ദലോലയായി മേൽക്കുമേ പരിലസിക്ക നീ വെള്ളി നക്ഷത്രമേ. ഇവിടെ ആദർശമെല്ലാം അനാഥമാ, നിവിടെ ആത്മാർത്ഥതയ്ക്കില്ലോരർത്ഥവും. മണിമുഴക്കം സമയമായി മാറണ, മണിമുഴക്കം വരുന്നു വരുന്നു ഞാൻ. ഡെമോക്രസി ഇങ്ങനെയൊന്നും ഈ പാട്ടിലേതുപോലെ തൊണ്ടയിൽ വെടിയുണ്ടയുമായി ജീവിക്കുന്ന ഇതിഹാസത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കില്ലായിരുന്നു. പക്ഷേ മണിയാശാനെ മന്ത്രിയാക്കാൻ തീരുമാനിച്ച സംസ്ഥാന സമിതി യോഗത്തിലോ ഇ പി പങ്കെടുത്തില്ല. സഹകരണത്തിൽ പുലികളും മുരുകന്മാരും സഹകരിച്ച് നിയമസഭാ സമ്മേളനം നടത്തിയപ്പോൾ അതിലും പങ്കെടുത്തില്ല. അതും പോകട്ടെ, മണിയാശാൻ എന്ന തനിനാടൻ സഖാവ് അധസ്ഥിത സാഹചര്യങ്ങളിൽ നിന്ന് വിദ്യുത് താരമായി മന്ത്രിയായി ഉദിച്ചുയർന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലെങ്കിലും ഇ പി പങ്കെടുക്കേണ്ടതായിരുന്നില്ലേ? അതല്ലേ വർഗബോധമുള്ള കരുത്തൻ സഖാവിന്റെ കടമ? ഇന്നിപ്പോ സത്യപ്രതിജ്ഞ ചെയ്തു. നിങ്ങൾ എന്താ രാജ്ഭവനിൽ പോകാഞ്ഞത്? മനസ്സല്ലായിട്ട്. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ബലം പിടുത്തങ്ങൾ ഒഴിവാക്കേണ്ടതല്ലേ സഖാവേ? പക്ഷേ ഒരു പച്ച മനുഷ്യനായതുകൊണ്ടാവാം, ഇണക്കവും പിണക്കവുമൊക്കെയുള്ള സാധാരണ മനുഷ്യനായതുകൊണ്ടാവാം കൊച്ചുകുട്ടിയെപ്പോലെ പിണങ്ങി ഇ പി മണിയാശാൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് പോലും വരാതിരുന്നത്. പക്ഷേ മറ്റു ചിലരും ബലം പിടിച്ചാലോ? ഈ ബലം പിടുത്തം VM സുധീരൻ്റേതാണ്. നിയമസഭയിൽ സഹകരണ ബാങ്ക് പ്രശ്നത്തിൽ തൻ്റെ പാർട്ടിക്കാരായ നേതാക്കളൊക്കെ തൻ്റെ അനിഷ്ടം വകവയ്ക്കാതെ സഹകരിക്കുന്നതിൽ മനം നൊന്ത് തൃശ്ശൂരിൽ പ്രസംഗിക്കാൻ വേദിയിലിരിക്കുന്നതിനിടെ അദ്ദേഹം കാലിന്മേൽ ഒന്ന് കാല് കയറ്റി വെച്ചു. കാല് കഴിക്കുമ്പോൾ കാലിന്മേൽ കാല് കയറ്റി വെച്ചാൽ അതൊരു ആശ്വാസമാണ് എന്നതാണ് സത്യം. പക്ഷേ സദാചാരക്കാരും മതവാദികളുമെല്ലാമുള്ള കേരളത്തിൽ ഗാന്ധിയൻ കൂടിയായ സുധീരൻജി തൃശ്ശൂർ DCC പ്രസിഡന്റ് പ്രസംഗിക്കുമ്പോൾ കാലിന്മേൽ കാല് കയറ്റി വെച്ചാൽ സദാചാര മനസ്സുള്ള ക്യാമറകൾ അങ്ങോട്ട് നീളും. അതുകൊണ്ട് ഹരിതവാദിയായ MLAക്ക് ആ കുടുക്ക് പിടികിട്ടി. ഇനി അദ്ദേഹത്തിൻ്റെ കഥകളിയാണ് കണ്ണുകൾ കൊണ്ട്. ദീർഘമായ സഹന സമരം വേണ്ടിവരും, ദീർഘമായ നിയമ യുദ്ധം വേണ്ടിവരും എന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കാരണം പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്നാണ് സമീപനം. എനിക്ക് പരിചയമൊന്നുമില്ല, ഞാൻ മുണ്ടില്ല. കാലുവാരലുകളുടെയും കാല് പിടിക്കലുകളുടെയും കസേര പോകലുകളുടെയും കസേര പിടിക്കലുകളുടെയും നിത്യരാഷ്ട്രീയ കളിയിൽ കാല് കയറ്റി വെക്കേണ്ടിടത്ത് മാത്രമേ കാലുകൾ വയ്ക്കാവൂ എന്ന് TN പ്രതാപന് നന്നായി അറിയാം. പ്രത്യേകിച്ചും സുധീരൻ ഒരൊറ്റയാൾ പ്രസ്ഥാനമാവുകയാണോ എന്ന് തോന്നിപ്പിക്കുമ്പോൾ.